2025 ഇയർ എൻഡറിന്റെ പാർട്ട് 1 ആണിത്. 2025 ഇന്ത്യ. ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്ത് പ്രധാന സംഭവങ്ങളുണ്ടായ വർഷമാണ് 2025. ഉപരാഷ്ട്രപതി രാജിവെച്ചതും പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തതുമെല്ലാം ഈ വർഷത്തെ സംഭവബഹുലമാക്കി. ബീഹാറിലും ഡൽഹിയിലും ശ്രദ്ധേയമായ തിരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഉണ്ടായത്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണവും ഭീകരർക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയെ ശ്രദ്ധാകേന്ദ്രമാക്കി. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും ISROയ്ക്കുമെല്ലാം പുതിയ മേധാവികളും ഉണ്ടായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി താമസിച്ചതും ഈ വർഷമാണ്. ഡോക്കിംഗ് സാങ്കേതികവിദ്യയും അഗ്നി പ്രൈം മിസൈലും നിസ്സാറുമെല്ലാം ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങളാണ്. ഇനി ഉപരാഷ്ട്രപതി ധൻഖറുടെ രാജിയാണ്. രാജ്യത്തിന്റെ 14ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ജൂലൈയിലാണ് രാജിവെച്ചത്. ഏത് മാസം? ജൂലൈയിലാണ് രാജിവെച്ചത്. 2022 ഓഗസ്റ്റിൽ മാർഗരറ്റ് ആൽവയെ തോൽപ്പിച്ചാണ് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായത്. ആരെ തോൽപ്പിച്ചാണ്? മാർഗരറ്റ് ആൽവയെ തോൽപ്പിച്ചാണ് ധൻഖർ ഉപരാഷ്ട്രപതിയായത്. രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശിയായ ജഗദീപ് ധൻഖർ മുൻ കേന്ദ്രമന്ത്രിയും ബംഗാൾ മുൻ ഗവർണറുമാണ്. രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശിയായ ജഗദീപ് ധൻഖർ മുൻ കേന്ദ്രമന്ത്രിയും ബംഗാൾ മുൻ ഗവർണറുമാണ്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ധൻഖർ. ആദ്യം രാജിവെച്ച രണ്ടുപേര് R വെങ്കിട്ടരാമനും VV ഗിരിയുമാണ്. അടുത്ത് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ചുമതലയേറ്റു. CP രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയാണ്. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. അപ്പോൾ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായ ഇന്ത്യയിലെ 15ാമത് ഉപരാഷ്ട്രപതിയാണ്. CP രാധാകൃഷ്ണൻ ചുമതലയേറ്റത് 15ാമത് ഉപരാഷ്ട്രപതിയായിട്ടാണ്. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. തമിഴ്നാട്ടിലെ BJP നേതാവായിരുന്ന രാധാകൃഷ്ണൻ 1988 കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലെത്തി. 1988 കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലെത്തി. ജാർഖണ്ഡ്, തെലുങ്കാന എന്നിവിടങ്ങളിലെ ഗവർണർ, പുതുച്ചേരി ലൈഫ് ഗവർണർ പദവികളും വഹിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ 452 വോട്ട് നേടിയാണ് രാധാകൃഷ്ണന്റെ വിജയം. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന റിട്ടയർഡ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ട് ലഭിച്ചു. ജസ്റ്റിസ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ്. രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്തിനെ നിയമിച്ചു. രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്തിനെ നിയമിച്ചു. ജസ്റ്റിസ് BR ഗവായിയുടെ പിൻഗാമിയാണ്. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ 370ാം അനുച്ഛേദം റദ്ദാക്കിയത് ശരിവെച്ചതുൾപ്പെടെ ഒട്ടേറെ സുപ്രധാന വിധികൾ പറഞ്ഞത് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെ സുപ്രീം കോടതി ബെഞ്ചാണ്. രാജ്യദ്രോഹക്കുറ്റം മരവിപ്പിച്ചുകൊണ്ട് ഇത്തരം കേസുകളിലെ FIRകളിൽ തുടർ നടപടികൾ പാടില്ലെന്ന് വിധിച്ച ബെഞ്ചിലും ജസ്റ്റിസ് സൂര്യകാന്ത് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ബീഹാർ SIRന്റെ ഭാഗമായി കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉത്തരവ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ്. 2027 ഫെബ്രുവരി വരെ അദ്ദേഹത്തിന് പദവിയിൽ തുടരാം. അപ്പോൾ 2027 ഫെബ്രുവരി വരെ അദ്ദേഹത്തിന് പദവിയിൽ തുടരാം. രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. അതുകൂടാതെ ജസ്റ്റിസ് BR ഗവായിയുടെ പിൻഗാമിയുമാണ് അദ്ദേഹം. അടുത്ത് ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ നിയമിതനായി. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ നിയമിതനായി. 2029 ജനുവരി 26 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. 2029 ജനുവരി 26-നാണ് അദ്ദേഹത്തിന്റെ കാലാവധി. രാജീവ് കുമാർ സ്ഥാനമൊഴിഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. വിവേക് ജോഷിയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്ന്
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ 2023 നിയമമനുസരിച്ച് നിയമിതനായ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇദ്ദേഹം. കേരളത്തിൽ ധനകാര്യം, പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2012 മുതൽ ഡൽഹിയിലെ കേരള ഹൗസിന്റെ റെസിഡന്റ് കമ്മീഷണറായിരുന്നു. കേന്ദ്ര സർവീസിൽ പാർലമെന്ററി കാര്യ സെക്രട്ടറി, ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, പ്രതിരോധ മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ പദവികൾ ഗ്യാനേഷ് കുമാർ വഹിച്ചു. ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കാനുള്ള ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ തയ്യാറാക്കിയത് ഗ്യാനേഷ് കുമാറാണ്. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് രൂപവത്കരിക്കുന്നതിലും ഗ്യാനേഷ് കുമാർ പ്രധാന പങ്കുവഹിച്ചു. വി. രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി. രാമസുബ്രഹ്മണ്യൻ 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി. അരുൺ കുമാർ മിശ്രയുടെ കാലാവധി 2025 ജൂൺ 1 പൂർത്തിയായിരുന്നു. 2023 ജൂൺ 29 രാമസുബ്രഹ്മണ്യൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചത്. 2016 നോട്ട് അസാധുവാക്കൽ വിഷയത്തിൽ വിധി പ്രസ്താവിച്ച ബെഞ്ചിൽ അംഗമായിരുന്നു. അടുത്ത് മദൻ ബി ലോക്കൂർ UNIJC അധ്യക്ഷൻ. സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ബി ലോക്കൂർ ഐക്യരാഷ്ട്രസഭ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ IJC അധ്യക്ഷനായി. 2028 നവംബർ 12 വരെയാണ് കാലാവധി. 2012 മുതൽ 2018 വരെ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നു. 2019 ഫിജി സുപ്രീം കോടതിയിലെ നോൺ റെസിഡന്റ് പാനൽ ജഡ്ജിയായി നിയമിക്കപ്പെട്ടിരുന്നു. മറ്റൊരു രാജ്യത്തിന്റെ സുപ്രീം കോടതി ജഡ്ജിയാവുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ലോക്കൂർ. ഈ പേജിൽ ഒരു കാര്യം വിട്ടുപോയി. റിസർവ് ബാങ്കിന് പുതിയ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായി റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ ആയി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. രാജസ്ഥാൻ കേഡറിൽ നിന്നുള്ള 1990 ബാച്ച് IAS ഓഫീസറാണ് സഞ്ജയ് മൽഹോത്ര. ശക്തികാന്ത ദാസിന് പകരക്കാരനായാണ് സഞ്ജയ് മൽഹോത്രയുടെ നിയമനം. അടുത്ത് തുഹിൻ കാന്ത പാണ്ഡെ സെബി ചെയർമാൻ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മേധാവിയായി തുഹിൻ കാന്ത പാണ്ഡെയെ നിയമിച്ചു. മാധബി പുരി ബുച്ച് വിരമിക്കുന്ന ഒഴിവിൽ 3 വർഷത്തേക്കാണ് നിയമനം. തുഹിൻ കാന്ത പാണ്ഡെ നിലവിൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയുമാണ്. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് വകുപ്പ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.